മുംബൈയിലെ സാഹിത്യ നിറസാന്നിധ്യമായ CP കൃഷ്ണഗോപാൽ സാറിനെ അധ്യക്ഷ പ്രസംഗത്തിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സാധാരണ ഇത്തരം ഒരു സമ്മേളനം സാഹിത്യവേദിയിലൊക്കെയാണ് എങ്കിൽ വട്ടമേശയ്ക്ക് ചുറ്റുമിരുന്ന് ചർച്ച ചെയ്യും. നമ്മൾ അത്രയ്ക്ക് ചുരുക്കം ആളുകളെ ഇപ്പോഴെത്തിയിട്ടുള്ളൂ, ബാക്കി എല്ലാവരും പിന്നെ വരുന്നേ ഉള്ളൂ. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത, ഈ പരിപാടിയുടെ പ്രത്യേകത, പാട്ടിൽ നിന്നും സാഹിത്യത്തിലേക്കുള്ള മലയാള സാഹിത്യത്തിൻ്റെ വളർച്ച, അതിനെക്കുറിച്ച് സുധീഷ് വിശദമായി സംസാരിക്കുന്ന ഒരു സെഷൻ ഇത് കഴിഞ്ഞുണ്ട്. ആ സമയത്ത് ഞാൻ എന്താണ് പാട്ട് സാഹിത്യം, എങ്ങനെയാണ് മലയാളം പാട്ടിൽ നിന്നും ഇന്ന് കാണുന്ന സാഹിത്യ രൂപങ്ങളിലേക്ക് പരിണാമം പ്രാപിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് സംസാരിക്കാം. പക്ഷെ ഇപ്പോൾ ഉദ്ഘാടന സമ്മേളനമാണ്, വളരെ ചുരുക്കമായിട്ട് ചില കാര്യങ്ങൾ മാത്രം പറയാം. ഈ സദസ്സിലിരിക്കുന്നവർ ഒന്ന് എൻ്റെ സഹോദരൻ തന്നെയാണ്, കൈലാഷ് ശരത്ചന്ദ്രവർമ്മ. ഈ ബോംബെയിൽ ഇപ്പോൾ അടുത്ത കാലത്ത് ഞങ്ങൾ സഹോദരങ്ങൾ പങ്കെടുക്കുന്ന പരിപാടികൾ കൂടി വരികയാണ്. ഞങ്ങൾ നീരാറോഡിലാണ് ആദ്യമായിട്ട് ഒരിക്കൽ ഒരു പരിപാടിയിൽ പങ്കെടുത്തത്. അന്ന് സംഘാടകർക്ക് അറിയില്ലായിരുന്നു ഞങ്ങൾ തമ്മിലുള്ള ബന്ധമെന്നാണ്. ഞാനൊക്കെ പറയാൻ പറ്റും. അതിനുശേഷം പലരും പിന്നീട് ഞങ്ങളെ രണ്ടുപേരെയും ഒന്നിച്ചു വിളിക്കുന്ന ഏർപ്പാടുണ്ടായിരുന്നു. പിന്നെ ഞാനും ശ്രീ സുധീഷും കൂടി പങ്കെടുക്കുന്ന കഥയുമായി ബന്ധപ്പെട്ട ധാരാളം പരിപാടികൾ ബോംബെയുടെ പല ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. ഒരു പക്ഷേ സുധീഷിൻ്റെ കഥകളെക്കുറിച്ച് ബോംബെയിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളത് ഞാനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കഥയുടെ വാർഷികം ആഘോഷിച്ചപ്പോൾ നോമ്പുവിലിയിൽ അദ്ദേഹത്തിൻ്റെ കഥകളെക്കുറിച്ച് സദസ്സിന് പരിചയപ്പെടുത്തുവാനുള്ള സുവർണാവസരം കിട്ടിയതും എനിക്കായിരുന്നു എന്നത് ഞാൻ സന്തോഷത്തോടെയും ചാരിതാർത്ഥ്യത്തോടെയും കൂടി ഓർക്കുകയാണ്. ശ്രീ സജി തേവൂരിൻ്റെ പ്രസംഗങ്ങൾ പലതും ഞാൻ കേട്ടിട്ടുണ്ട്.